എക്സൽ ട്യൂട്ടോറിയലിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഒരു എക്സൽ ഫയൽ സിമ്പിളായിട്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ എവിടെയാണോ ഓപ്പൺ ചെയ്തത് അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന ഓപ്ഷൻ എടുത്തതിന് ശേഷം മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുക. ഇവിടെ ബൈ ഡിഫാൾട്ട് വരുന്നത് ന്യൂ മൈക്രോസോഫ്റ്റ് എക്സൽ വർക്ക്ഷീറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളതിൻ്റെ എക്സൽ പേര് മാറ്റിക്കുകയാണ്, എക്സൽ ട്യൂട്ടോറിയൽ. ഓക്കെ, അതിനുശേഷം ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ എക്സൽ ആപ്ലിക്കേഷൻ്റെ ഒരു ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് പലതും കാണാൻ കഴിയുന്നതാണ്. ഇത് കാണുന്നതാണ് ടാബുകളാണ് ഈ കാണുന്നത്. ഈ ടാബുകൾ കണ്ട് നിങ്ങൾ പേടിക്കണ്ട, ഇതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാവുന്നതാണ്. ഹോം ടാബ്, ഇൻസേർട്ട് ടാബ്, പേജ് ലേഔട്ട്, ഫോർമുലാസ്, ഡാറ്റ, റിവ്യൂ, വ്യൂ എന്നീ ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. അതിനുശേഷം ഇവിടെ നമുക്ക് ഏത് ഷീറ്റിലാണോ നിൽക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഇവിടുന്ന് ഷീറ്റ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ ഷീറ്റ് 2, ഷീറ്റ് 3, ഷീറ്റ് 4 ആഡ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഈ ഒരു ഷീറ്റിൽ നിന്നും മറു ഷീറ്റിലേക്ക് പോകാൻ വേണ്ടി നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഏത് ഷീറ്റിലാണോ പോകേണ്ടത് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ആ ഷീറ്റിൽ നമ്മൾ എത്തുന്നതാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ നമുക്ക് റൈറ്റ് സൈഡിൽ നമുക്ക് സൂം ഇൻ സൂം ഔട്ട് കാണാൻ സാധിക്കും. എക്സലിൻ്റെ സൂം ഇൻ സൂം ഔട്ട്. ഇവിടെ നമുക്ക് 3 ലേഔട്ട് കാണാൻ സാധിക്കും. നോർമൽ വ്യൂവിൽ നമുക്ക് നമ്മുടെ എക്സലിൻ്റെ വ്യൂ ആണ് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം പേജ് ലേഔട്ട് വ്യൂവിൽ നമുക്ക് പേജ് ലേഔട്ട് വ്യൂ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിനുശേഷം പേജ് ബ്രേക്ക് വ്യൂവിൽ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും പേജ് ബ്രേക്ക് വ്യൂവിൽ. അതിനുശേഷം പേജ് ബ്രേക്ക് വ്യൂ പ്രിവ്യൂ എടുത്തതിന് ശേഷം തന്നെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും വ്യൂ എന്ന ഓപ്ഷനിൽ നോർമലി നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇത് ടാബ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കും ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ, ഫയൽ എന്ന ഓപ്ഷൻ. ഇതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് പഠിക്കാം. ഇതിൽ പല ഓപ്ഷൻസ് ഉണ്ട്, അതിൻ്റെ എന്താണ് ആവശ്യങ്ങളെന്ന് പഠിക്കാം. ഇത് റോ ആണ്. ഇത് സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോൾ നോർമൽ വ്യൂവിലോട്ട് പോകുന്നു. റോ സെലക്ട് ചെയ്യുമ്പോഴത്തേനും ഇത് മൊത്തം സെലക്റ്റായി വരും. ഇത് കോളം സെലക്ട് ചെയ്യുമ്പോഴത്തേനും മൊത്തം കോളം വരും. ഓക്കെ, അതിനുശേഷം ഇവിടെ പല സംഭവങ്ങളുണ്ട്, ഒന്നും കണ്ട് പേടിക്കണ്ട. നമുക്ക് ഇതിനെക്കുറിച്ച് ഇതിലേക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാം. അപ്പം എക്സൽ ഓപ്പൺ ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിച്ചുകൊള്ളുന്നു. എക്സൽ ഓപ്പൺ ചെയ്യാൻ വേറെയും വഴികളുണ്ട്. നമുക്കിവിടെ സെർച്ച് ചെയ്താൽ മതി എക്സൽ എന്ന്, അപ്പോഴും നമുക്ക് വരും. അല്ലെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഇതാണ് സിമ്പിളായിട്ടുള്ള ഇത്. അങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് വരുവാണെങ്കിൽ നമ്മൾ പേരിവിടെ അതിൻ്റെ കാണിക്കും, ഏത് പേരാണ്. ഇതിപ്പം എൻ്റെ പ്രൊഡക്റ്റ് കീ ഇല്ല, അതുകൊണ്ടാണ് ഞങ്ങളുടെ പ്രൊഡക്റ്റ് ആക്ടിവേഷൻ ഫെയിൽഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. പിന്നെ എന്തെങ്കിലും നമ്മളിവിടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് സേവ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടുന്നും പോയിട്ട് ഫയലിൽ പോയിട്ടും സേവ് ചെയ്യാവുന്നതാണ്. അപ്പം ഇത് അൺഡു റീഡു ആണ്. അതായത് നമ്മൾ ഇപ്പം എന്തെങ്കിലും എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കണ്ടോ, അത് അൺഡു റീഡുവിൻ്റെ ആ ഒരു ഓപ്ഷനോട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൊതുവായിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കണ്ടാൽ മതി ഈ വീഡിയോ. നമുക്ക് പിന്നെ ഡീറ്റെയിൽഡായിട്ട് നമുക്ക് നോക്കാം. അപ്പം എക്സൽ ഓപ്പൺ ചെയ്യാൻ എല്ലാവരും പഠിച്ചെന്ന് വിചാരിക്കുന്നു.